ദൈവത്തിന് സ്തോത്രം. ഞാനൊരു 3 എൻജിനുകളുടെ കാര്യം സൂചിപ്പിക്കുക. ഈ ട്രാക്ടർ പഴയ നാട്ടിലെ ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതെ. അതിങ്ങനെ പെതുക്കെ കറക്കിയാൽ സ്റ്റാർട്ടാവും? ഇല്ല, നല്ല സ്പീഡിൽ കറക്കണം. പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് പറയുകയാണ്, ഒരു സ്പാനർ പോലൊരു സാധനമുണ്ട്. ഇതുകൊണ്ട് ആ എൻജിൻ്റെ അവിടെ പോയിട്ട് ഒരാളിങ്ങനെ ഒരു ബോൾട്ടിനകത്ത് ലോക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കറക്കി നല്ല സ്പീഡിൽ കറങ്ങുമ്പോഴാണ് ഇത് സ്റ്റാർട്ടാവും. ഡീസൽ എൻജിനൊരു പ്രത്യേകതയുണ്ട്. അത് സ്റ്റാർട്ടാക്കി ഒന്ന് ചൂടായി വന്നാലും എന്ത് ചെയ്യും? അത് കാര്യമായിട്ട് ഓടിത്തോണം. ഈ പെട്രോൾ ആണെങ്കിലോ ഈ പ്രശ്നമൊന്നുമില്ല. അത് വളരെ വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കും. ഞാനിത് എന്തിനാണ് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, നമുക്ക് അത്യാവശ്യമായിട്ട് വരുത്തേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുൻപ് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ചിലർക്കൊക്കെ അറിയാം. ഈ പരിശുദ്ധാത്മാവിൽ ഉള്ള അന്യഭാഷയുടെ ഭാഷണം ഈ 3 വിധത്തിലുള്ള എൻജിനാണ് ഓരോരുത്തർക്കും. കുറച്ച് പെട്രോൾ എൻജിനുണ്ട്, അത് വളരെ പെട്ടെന്ന് ചേഞ്ച് ഓവർ സംഭവിച്ചങ്ങ് പോയിക്കോളും. അടുത്ത ഡീസൽ എൻജിനാണ്. ആദ്യം ഇന്നൊന്ന് ചാർജ് ആവണം, ഒരു 3-4 സ്തോത്രമൊക്കെ പറഞ്ഞ് ഗ്ലോറി പിന്നെ ട്രാക്ടറിൻ്റെയാണ് ഏറ്റവും പ്രയാസമുള്ളത്. ഒരു രക്ഷയില്ലെങ്കിൽ ഇത് ചാട്ടാവും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? പാട്ട് പാടിയുള്ള കൂട്ടായ്മകളിൽ ഏതെങ്കിലും സമയത്ത് പാട്ട് പാടിയുള്ള സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അന്യഭാഷയിൽ ആദ്യമായി സംസാരിച്ചവരൊന്ന് കൈവെക്കുമോ? വേറെ ആരുമില്ല. അങ്ങനെ ആയിരുന്നു. അതെ, പ്രാപിക്കാത്തവരാണ് ഇവിടെ കൂടുതൽ. അല്ലാത്തവരൊക്കെ എനിക്കറിയാം, കുറച്ച് പേരെയൊക്കെ. ഞാനിപ്പോൾ കണ്ടതിൽ തന്നെ കൂടുതലും പേരങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്തരവാദിത്വം എവിടോട്ട് പോകുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? പാട്ടിനെ മുമ്പിൽ നിന്ന് നയിക്കുന്നവരുടെ മുമ്പ് കയ്യിലോട്ട് ഈ സംഗതി പോവുക. നിങ്ങൾ ട്രാക്ടറിൻ്റെ എൻജിനും കൊണ്ട് ഇവിടെ വരരുത്. വന്നാൽ നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കുന്ന ക്ഷമിക്കണം, ഒരു പിന്തിരിപ്പനായിട്ട് മാറുക. നിങ്ങൾ പെട്രോളിൻ്റെ എൻജിനുമായിട്ട് ഇവിടെ വരാം. ശുശ്രൂഷയ്ക്ക് ഏറ്റവും അധികം അവസരം കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണിത്. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അതിന് യോഗ്യരാണോ, നിങ്ങൾ ഉത്തരവാദിത്വം ആ ബോധമുള്ളവരായിട്ടാണോ ഇത് ചെയ്യുന്നത്, ആ ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളൊരു സാധാരണ ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൻ്റേതല്ലാത്ത പരിധി കടന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഞാൻ ഈ അടുത്ത തവണ ഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് ചിലപ്പോൾ നമ്മുടെ സെർവൻസ് മീറ്റിങ്ങിലേക്ക് ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ വിളിച്ചത് കിരണയും സംഗീതയും കൂടെയാണ് വിളിച്ചത്. അത് ചോദ്യചിഹ്നമാകുമോ എന്ന് സംശയം എന്നോട് പലരും പറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമ്മൾ അവരെ ഒരു സന്ദർശകരായിട്ട് സംഗതി മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടെ ഞാൻ പറയാം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, പരമയോഗ്യനായ ഒരു പാസ്റ്റർ, ശുശ്രൂഷകൻ, ഒരു വിധത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇങ്ങനെയുള്ള ഒരാളെയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടിരിക്കില്ല, അല്ല വേറെ എവിടെയെങ്കിലും ഇല്ല, വേറെ എങ്ങും ഇല്ല. ഇല്ലേ? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ശുശ്രൂഷനെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ? ഇല്ല. എന്നാൽ തിരിച്ചാവുമ്പോഴോ കെട്ടിയവൻ അത്ര ശരിയല്ല.
എന്നാൽ കെട്ടിയോള് നല്ല ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ശുശ്രൂഷ സ്ഥാനത്ത് നിർത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പം ഇല്ലല്ലേ, നല്ല പറയാൻ നോക്കൂ. പക്ഷെ മുമ്പ് അങ്ങനല്ല നമ്മുടെ പഴക്കം. ഞാൻ അതിൻ്റെ റിവേഴ്സ് ഓർഡറിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ചിലർക്കൊക്കെ അത് മനസ്സിലായി കാണും. ഇതേവരെ ഞാനിവിടെ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ വാക്ക് തെറ്റിച്ച ഒരു ഫാമിലിയോടെ ഉള്ളു കേട്ടോ. ഞാൻ അവരെ ഇതിനകത്തുനിന്ന് മാറ്റാമെന്ന് ഞാൻ വാക്ക് കൊടുത്തായിരുന്നു, പക്ഷേ ഇതുവരെ മാറ്റിയിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ കുറച്ച് മനസ്സിലായി കാണും. എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് മാറ്റാറ്. നിങ്ങൾക്ക് ആ രണ്ട് വശവും മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ പുരുഷൻ യോഗ്യനാണെങ്കിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ് കുടുംബമായിട്ട്. പക്ഷേ സ്ത്രീ യോഗ്യയാണെങ്കിൽ കുടുംബമായിട്ട് നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ ഇപ്പോഴും മനസ്സില്ല. യേശുക്രിസ്തു പറഞ്ഞ മാറ്റം നമ്മളിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ വരുന്നവരുടെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്കിപ്പോഴും ബോധ്യമാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മളെ സകല സംസ്കാരവും പഠിപ്പിക്കുന്ന ഈ ചിന്താഗതി ആദ്യം നമ്മൾ തലയിൽ നിന്ന് ചുവന്ന് കളയണം. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ഓരോ ശുശ്രൂഷയ്ക്കും വരുന്നവർ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുവെന്ന് ഉള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് പറഞ്ഞുതരാൻ ഇവിടെ ഓരോരുത്തർ സന്നദ്ധരായി. പക്ഷേ നിങ്ങൾ ആ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് യോഗ്യമല്ലാത്ത വിധത്തിൽ അത് നിർവഹിക്കാനിടയാകരുത്. ഇതൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയാണ്. ഞാനങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഈ പേരൊന്നും വഹിക്കാൻ എനിക്കൊരു താല്പര്യമൊന്നുമില്ല. പക്ഷേ പെന്തക്കോസ്ത് അനുഭവമുള്ള, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരു സഭയായി അറിയപ്പെടാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ കൃപാവരങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അതിലേറ്റവും അടിസ്ഥാനമായിട്ട് ആദ്യത്തേതാണ് അന്യഭാഷാ ഭാഷണം. ഇതിനെക്കുറിച്ച് എന്ത് ആക്ഷേപം ഉണ്ടായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസഭയിൽ നമ്മുടെ ഫെലോഷിപ്പ്, ഫ്രൈഡേ നടക്കുന്ന ഫെലോഷിപ്പിൽ ഇതിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഒരു പാട്ട് പാടി അതിനെ തീരാറാകുമ്പോഴത്തേക്ക് മറ്റേ ട്രാക്ടർ സ്റ്റാർട്ടാക്കാൻ വേണ്ടി അടിച്ചു കൂട്ടി സ്പീഡ് അങ്ങോട്ട് കൂട്ടി പാടുന്നവന് പോലും 4 വരി സ്ഥിരം ഒരു അക്ഷരം തെറ്റാതെ പറയാൻ പറ്റാത്ത വേഗത്തിലാക്കിയതിന് ശേഷം ഇത് ചവിട്ടി കൂട്ടിക്കൊണ്ട് അവസാനിപ്പിച്ചിട്ട് എവിടെങ്കിലും പോകാനുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാതെ നേരത്തെ പോയിക്കോളും. ഞാനങ്ങനെ അങ്ങ് തെറ്റിദ്ധരിക്കുക നിങ്ങൾ ഇത് അടിച്ചു കൂട്ടിയേച്ച് എവിടെ പോകാൻ പോവാന്ന്. ഇന്നലെ വൈകിട്ട് നമ്മൾ പാട്ട് പാടിയപ്പോൾ ആത്മാവിൽ കുറച്ച് നേരം ആരാധിച്ചു എന്ന് പറഞ്ഞാൽ റോയിക്ക് എന്തായാലും കുറച്ച് ദിവസം ദൈവം വീട്ടിൽ ഇരുത്തി കൊടുത്ത ഊർജ്ജമെല്ലാം കൊണ്ടുവന്ന് റോയ് അതിൻ്റെ മുമ്പിൽ നിന്നതുകൊണ്ട് അത് അല്പ സമയം നടന്ന് മുമ്പോട്ട് പോയി. ഇതുപോലെ ആരെങ്കിലുമൊക്കെ നിന്നാലേ ഓക്കെ. ദൈവത്തിന് സ്തോത്രം. ഇനി പാട്ട് പാടുന്നവർക്ക് നമുക്ക് അത്രയും ഊർജ്ജമില്ല, ഒച്ചയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞാൽ കൂടെ കൈയെടുക്കാൻ 4 പേര് ഇവിടെ ഉണ്ടാവും. ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും ആരാധനയിലും ഞങ്ങളോട് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ 4 പേരുണ്ടാവും. ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ തലയിലോട്ട് ഇത് വാരി വെച്ചേച്ച് മാറിയിരിക്കാനും കൈയടിക്കാനും വേണ്ടി അല്ല ഞാനീ പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും ഈ ചിന്താഗതി ഉണ്ടായിരിക്കണം. ഇവിടുന്ന് വരുന്ന ഓരോരുത്തരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വിശ്വസിക്കാനും, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെടുവാനും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുകയും കൃപാവരങ്ങൾ പ്രാപിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രാപിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്തായാലും നമുക്ക് വിഷയമല്ല. അവർക്ക് ചിലപ്പോൾ പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരിക്കാം, അവർക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെക്കുറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം. എൻ്റെ അടുത്ത് ഒരാൾ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ആ പ്രാർത്ഥനാ വിഷയം ഇപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറൊരു പ്രാർത്ഥനാ വിഷയം ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തോട് ഞാൻ നേരിട്ട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം നിങ്ങൾ ഈ പറഞ്ഞതല്ല, ഞാൻ ഈ പറയുന്നതാണെന്ന് പറഞ്ഞു. നേരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആളിപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ദൈവത്തിന് സ്വാഗതം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു ചെറിയ സംഭവം പോലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്നോട് മീൻകറിക്ക് എന്ത് എണ്ണ ചേർക്കണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം. അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. നിങ്ങൾ നന്നായിട്ട് ഉത്തരം പറയാം. എന്തായാലും ഞാൻ അതിന് സമയം കളയുന്നില്ല. അതെന്താ, അതുകൊണ്ട് ഞാൻ എന്താ അർത്ഥമാക്കിയെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് അറിയില്ല. ഞാൻ അർത്ഥമാക്കിയത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനെ പരിപോഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ളതിനെ പരിപോഷിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ പുറത്തുള്ളതിന് സൂക്ഷ്മത കൊടുക്കുന്നതിലും കൂടുതൽ അകത്തുള്ളതിന് കൊടുക്കണം. ഇത് മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ആർക്കും അത് മനസ്സിലായെന്ന്. അത് എൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. ദൈവത്തിന് സ്വാഗതം. സിജോ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയുണ്ട്, ഈ കഴിഞ്ഞാണ് മുഖപ്പട്ടയം കൊണ്ടല്ലേ ഇപ്പം യൂട്യൂബും ഫേസ്ബുക്കും കൊണ്ടാണ് നമ്മളെ ഇടയ്ക്ക് വരുന്നത്. ദൈവത്തിന് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അതിന് ആ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി 2 സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യനോട് പറഞ്ഞ ഒരു കാര്യമാണ്. ദുശ്ചിന്ത, കൊലപാതകം, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്ന് വരുന്നു? ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ദൈവത്തിന് സ്വാഗതം. ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞത്. എവിടെ നിന്ന് വരുന്നു? ഹൃദയം എവിടെ ആയിരിക്കുന്നതെന്ന് അറിയാമോ? ഹൃദയം എവിടെ ആയിരിക്കണം? അതെങ്ങനെ വരച്ച് കാണിക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഹൃദയം. ഞാൻ പരസ്പരം ഹൃദയം കൈമാറുന്ന എങ്ങനെയാ? ഹൃദയം ആർക്കെങ്കിലും കൈമാറണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ തൽക്കാലം വീട്ടിലൊക്കെ കൈമാറിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ലോകം മൊത്തം ഇതിങ്ങനെ കൈമാറിക്കൊണ്ട് നടക്കരുത്. 2 ദിനവൃത്താന്തം 26:17 മുതലുള്ള വാക്യങ്ങളെന്ന് വായി. പുരോഹിതനും അവനോട് കൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്തവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യനായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുകയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. 21-ാം വാക്യം. അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവന്റെ മകനായ യോഥാം രാജധാനിക്ക് വിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. മതി, കാര്യം മനസ്സിലായോ? അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവത്തെ കുറിച്ചാണ് ഞാനിന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. ഇത് എല്ലാ മേഖലകളിലും ഉള്ളൊരു സ്വഭാവമാണ്. നിങ്ങൾക്ക് തോന്നും ആത്മീയ മേഖലയിൽ ഉള്ളത്. തീർച്ചയായിട്ടും ആത്മീയ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും അറിയാതൊരു ബാധ പോലെ നമ്മുടെ ഇടയിൽ ഉള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ഭാഗത്ത് നിന്ന് ഒത്തിരി നാളായി ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ഇതേവരെ പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആവശ്യം ഉണ്ടായിട്ടില്ല നിങ്ങൾക്കല്ലേ. നിങ്ങൾ വിചാരിച്ച അന്നേരം സമയം പ്രാപിച്ചു, പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് യാത്ര തുടരുകയാണ്. ദൈവത്തിന് സ്വാഗതം. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അസ്ഥാനത്തായിപ്പോയത് നിങ്ങൾ അസ്ഥാനത്തായിപ്പോയത് നിങ്ങൾക്ക് നല്ലൊരു ശുശ്രൂഷകനെ വേറെ കിട്ടണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനൊക്കെ കേട്ടുള്ളത് ബ്രദർ എന്തെങ്കിലും കുറവുകൾ കാണും. ഇത് കേൾക്കുമ്പോൾ എൻ്റെ വിചാരം ബാക്കി ഇവരെല്ലാം ഒരു കുറവുമില്ലാത്തവരായിട്ട് ഇരിക്കുക എന്നുള്ളൊരു തോന്നലാണ്. നമ്മുടെ ഉള്ള ഉത്തരവ് ഇതായിരിക്കും. ഒരാൾ പരിശോധന പ്രാപിച്ചില്ല എന്ന് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള ഉത്തരവ് ഇതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഉത്തരത്തിൻ്റെ ഗുണം മനസ്സിലായല്ലേ? ഇതാണ് ആത്മീയ ലോകത്തിലെ അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയാലും ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഭൗതിക വശമാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഞെളിവ് തോന്നാറില്ലേ? നമ്മുടെ പഞ്ചായത്തിൽ ആരും കിട്ടാത്തൊരു വാച്ച് വാങ്ങിച്ച് കിട്ടുമ്പോഴത്തേക്കും ഒക്കെ തോന്നാറില്ലേ? അതെന്തുകൊണ്ടാണ് തോന്നുന്നതെന്നറിയാം. അത് തോന്നുന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലായാൽ ഇതില്ലാത്ത 10 നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവനോടൊരു ബഹുമാനം വേണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സാധനം നിമിത്തം നിങ്ങൾക്കൊരു ബഹുമാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഇതില്ലാത്ത 100 നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ടാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. എന്ത് കാര്യവും ആയിക്കോട്ടെ, ഇതിലൊരു അഹങ്കാരം തോന്നുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഇതില്ലാത്ത കുറച്ച് പേര് നമുക്ക് ചുറ്റുമുണ്ട്, അതുകൊണ്ടാണ് ഇത് നമുക്ക് സന്തോഷമായിട്ട് തോന്നുന്നത്. ജീവിതത്തിലെ മിക്കവാറും എല്ലാ സന്തോഷവും അത് തന്നെയാണ്. ഒരു ദിവസം റോഡിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് സന്തോഷിച്ചവരാരും ലോകത്തില്ല. ഒരു 3 ദിവസം പട്ടിണി കിടക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടും ചുറ്റും ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ടും പട്ടിണി കിടന്നത് കൊണ്ട് സന്തോഷിച്ചവരാരും ലോകത്തില്ല. നമ്മുടെ ചുറ്റുമുള്ളവരെക്കാൾ മോശപ്പെട്ട വസ്ത്രവും ഇട്ടുകൊണ്ട് റോഡിൽ ഇറങ്ങി പോകേണ്ടി വന്നത് കൊണ്ട് സന്തോഷിച്ചവരാരുമില്ല. കീറിയ വസ്ത്രം ധരിച്ച് പോകേണ്ടി വന്നെങ്കിൽ സന്തോഷിച്ചവരാരുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനോഭാവം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എന്താണെന്ന് മനസ്സിലായി. ഈ രാജാവിന് ചുമ്മാ തോന്നിയതായി, എനിക്ക് വേണ്ടാത്തൊരു പണി ഞാൻ ചെയ്തു നോക്കാം. ശുശ്രൂഷകന്മാര് ധൈര്യപ്പെട്ട് ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാജാവിനോട് പറയാനുള്ള ഭയം കൊണ്ട് അവർ ചെന്ന് പറഞ്ഞതാ, രാജാവെ ദയവ് ചെയ്ത് ചെയ്യരുത്. എന്നിട്ടും അദ്ദേഹത്തിന് കേൾക്കാൻ മനസ്സ് തോന്നിയില്ല. തനിക്ക് ചെയ്യേണ്ടാത്ത ശുശ്രൂഷ ചെയ്ത്. എൻ്റെ ലക്ഷ്യം ശുശ്രൂഷയല്ല, ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മനോഭാവം. അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നൊരു തോന്നൽ നമുക്ക് വരരുത്. ഇത് ചെറിയ കാര്യങ്ങൾ പോലും വരും. ബംഗാളിയെടുത്ത് വില പേശുന്നവൻ ലുലു മോളിൽ ചെന്ന് വില പേശാറുണ്ടോ? കെട്ടതാണെങ്കിലും നുള്ളിപ്പറക്കി വാങ്ങിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. ചിലർ വാങ്ങിച്ചുകൊണ്ട് പോയാൽ തിരിച്ചു ചെന്ന് പരാതി പറയാൻ പോലും മെനക്കെടാറില്ല, അല്ലെങ്കിൽ അതിന് ധൈര്യപ്പെടാറില്ല. ചിലർക്ക് സംശയമാണ് ചെന്നാൽ തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടുന്ന് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനുടെ കാലഘട്ടത്തിലുള്ള ഒരാളിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് ഞാൻ കൂട്ടായ്മ അടുത്ത ശുശ്രൂഷയിലേക്ക് പോകാം. കർത്തൃമേശയ്ക്കായിട്ട് ഞാൻ ഇന്നൊരു വചന ശുശ്രൂഷ പ്രത്യേകം ചെയ്യുന്നില്ല. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യങ്ങൾ മാത്രം വായിച്ച് പ്രാർത്ഥിച്ച് കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സംഗീതയ്ക്ക് കർത്തൃമേശയുടെ ഉപദേശങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഓരോരുത്തരും നിർവഹിച്ചുകൊള്ളുക. എങ്കിലും പെട്ടെന്ന് ഓർത്തത് കൊണ്ട് പറയാണ്, ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത ജോസ്, സുഷ്മ, സിനി, സംഗീത ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സിനിയല്ല സെറിൻ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 59 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. ഏകദേശം 1 മണി നേരം കഴിഞ്ഞാവേ വേറൊരുവൻ, ഇവനും അവനോട് കൂടി ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂക്കി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനൊന്ന് നോക്കി. ഇന്ന് കോഴി കൂക്കും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് പുറത്തിറങ്ങിയത് ദുഃഖത്തോടെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്രോസിനോട് ഇത് പറയുന്ന രംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമുക്ക് അവിടത്തേക്കൊന്ന് പോകാം. അതിനു മുമ്പ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ആവശ്യത്തേക്ക് പോകാം. നമ്മളെല്ലാവരും കുറേ ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു.
മുമ്പൊക്കെ നിങ്ങളുടെ വീടുകളിൽ, നാട്ടിൽ, ഇപ്പോഴല്ല, ഇവിടെ ബഹറിലല്ല, നിങ്ങൾ നാട്ടിലായിരിക്കുന്ന നിങ്ങളുടെ വീടുകളിൽ സാധാരണ പ്രാർത്ഥനകളെ ഉണ്ടാവാറുണ്ട് വീട്ടിൽ. അത് എത്ര സമയം ഉണ്ടാകാറുണ്ട്? എത്ര നേരം? എത്ര ടൈംസ്? നമ്പർ ഓഫ് ടൈംസ്? സമയമല്ല, മണിക്കൂറുകളല്ലേ? 2 മണിക്കൂറല്ല, എത്ര സമയം ഉണ്ടായിരിക്കും? 3 നേരം ഉണ്ടാവും, 4 നേരം ഉണ്ടാവും, 5 നേരം ഉണ്ടാവും, 1 നേരം ഉണ്ടാവും, 2 നേരം ഉണ്ടാവും. 2 നേരം. ഈ 2 നേരം എങ്ങനെ വന്നു എന്നറിയാം ദൈവത്തിന് സ്വാഗതം. സമാഗമന കൂടാരം കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിക്കാൻ പോവാം. ഇതെന്താണെന്ന് അറിയാവുന്നവരെന്ന് പറഞ്ഞു. പ്രാകാരം, ഇത് വിശുദ്ധ സ്ഥലം, ഇത് അതിവിശുദ്ധ സ്ഥലം. ഇതിന്റെ ടൈറ്റിൽ കൊണ്ടൊക്കെ പറഞ്ഞേക്കുന്നുണ്ടായിരുന്നു. ബ്ലഡി ഹൗസ്, ഹൗസ് ഓഫ് ബ്ലഡ്, ഇതാണ് ഇതിനെ പൊതുവെ പറയുന്ന പേര്. എന്ന് പറഞ്ഞാൽ ഇത് കയറുമ്പോൾ ഇവിടെ യാഗപീഠം, ഇവിടെ മുഴുവൻ രക്തവും അതിൻ്റെ പുകയും എല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പ്രഷനാണ്. അത് കഴിഞ്ഞാണ് പുരോഹിതന്മാർ കഴുകുന്ന താമ്രത്തൊട്ടിയാണ്. അത് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് ഇവിടെ നിലവിളക്ക് കഴിഞ്ഞാൽ ഇവിടെ ധൂപപീഠം, അത് കഴിഞ്ഞാൽ ഇവിടെ 12 അപ്പം അടുക്കി വെച്ചേക്കുന്ന മേശ, കാഴ്ചയപ്പത്തിൻ്റെ മേശ. ഞാൻ എന്തിനാ ഇതെടുത്തെന്ന് വെച്ചാൽ, ഇവിടെ 2 തവണ പുരോഹിതൻ പോയിട്ട് എന്ത് വേണം? എണ്ണ ഒഴിക്കണം. അവർ കൊടുത്തിരിക്കുന്ന നിയമങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ആ നിയമങ്ങൾ വായിക്കാം. പുറപ്പാട് 30:7 തൊട്ട് വായിച്ചു. അവൻ ദിനംപ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അവൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അപ്പോ എത്ര തവണ ദീപം കൊളുത്തി? 2 നേരം ദീപം കൊളുത്തുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു പുരോഹിതനാക്കി വെച്ചേക്കുക. ദൈവം നേരിട്ട് മോശയ്ക്കൊരു ദർശനം കൊടുത്ത്, മാതൃക കൊടുത്ത് പണിഞ്ഞ സമാഗമന കൂടാരമാണ്. വെറുതെ അവിടുത്തെ പറഞ്ഞിട്ട് മോശയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയതല്ല. പർവ്വതത്തിൽ വെച്ച് ഒരു മോഡല് ദൈവം കൊണ്ട് കാണിച്ചു കൊടുത്തു. പർവ്വതത്തിൽ നീ കണ്ട മാതൃക പ്രകാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. ഇനി ഇവിടെ 27:20-21 വായിച്ചു. നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ വിളക്കിനെ പിടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അവരോനും അവന്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം. മതി, രാത്രി കത്തിച്ചാൽ ഇത് രാവിലെ വരെ കത്തിക്കൊണ്ടേയിരിക്കണം. ഇനി ആ മേശയിൽ 12 അപ്പം വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ആഴ്ചയും ശബത്തിന്റെ അന്ന് മാറ്റണം. മാറ്റിയാൽ ആ ഇരുന്ന് ഉണങ്ങിയത് ആര് കഴിക്കണം? പുരോഹിതന്മാർ കഴിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത പുതിയത് അവിടെ വയ്ക്കും. ഈ മാറിയതാണ് ഒരിക്കൽ ദാവീദിന് കൊടുത്തു വിട്ടത്. എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് മനസ്സിലായല്ലോ ഇപ്പം. ന്യായമായിട്ടും അതവിടെ ബാക്കിയിരിക്കേണ്ടതാണോ? ദാവീദ് വന്നപ്പോൾ കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞേ? ഇവിടെ വേറെ ഒന്നുമില്ല, പക്ഷെ ഈ സാധനം ഇരിപ്പുണ്ട്. കാര്യം മനസ്സിലായല്ലോ. ഇതിവിടെ അധികം കഴിക്കാൻ ആരും ഇല്ല. ആഴ്ചയിൽ ഒരിക്കൽ ഇത് മാറ്റണം. ഇനി ഈ ആലയത്തെയാണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. ഇത് മനസ്സിലാവാൻ യേശു ക്രിസ്തു തിരിച്ചു പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഈ മന്ദിരവും കൂടെ അങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇന്നും മനസ്സിലായില്ല. ഈ മന്ദിരത്തെക്കാൾ ഇന്നും ബഹുമാനമാണ് മനുഷ്യൻ പണി കഴിപ്പിക്കുന്ന കുരിശു വെച്ചതോ വയ്ക്കാത്തതോ ആയ മന്ദിരത്തിൽ. അല്ല, ആ മന്ദിരങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഈ മന്ദിരം. ഈ മന്ദിരത്തിലാണ് നമ്മളെന്ന പുരോഹിതൻ ഓരോ ദിവസവും 2 തവണയെങ്കിലും ശുശ്രൂഷ ചെയ്യേണ്ടത്. ഒരാഴ്ച നിങ്ങളൊരു വചനം തലയെ കയറ്റിയാൽ അടുത്ത ആഴ്ച പുതിയത് കൊണ്ടുവന്ന് ഇവിടെ സഹോദരങ്ങൾക്ക് പ്രയോജനമാകും വിധം ഒരു പ്രബോധനവും പറഞ്ഞിട്ട് അത് അടുത്ത പടിയിലേക്ക് മാറ്റിവെച്ച് പുതിയ വചനം തലയെ കയറ്റിക്കൊണ്ട് പോകണം.
ദൈവത്തിന് സ്വാഗതം. ഈ മന്ദിരത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവത്തിന് സ്വാഗതം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മന്ദിരം വന്നത്. ഈ മന്ദിരത്തിന്റെ തിരശീലയാണ് യേശു ക്രിസ്തു മരിക്കുമ്പോൾ രണ്ടായിട്ട് കീറിയത്. ആണെങ്കിൽ അതോടൊന്ന് ആ ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം അല്ലേ? ആ തിരശീലയെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതായിരുന്നു. ഇതാണ് തിരശീല എന്ന് പറഞ്ഞാൽ രണ്ട് തിരശീല ഉണ്ട് കേട്ടോ. ഇവിടെ പുരോഹിതന്മാർ മാത്രമേ ഇവിടെ കയറും. ഇതിനകത്തേക്ക് പുരോഹിതന്മാരെ കയറും. പുറത്ത് ബാക്കി എല്ലാവർക്കും നിൽക്കാം. ഇവിടെ വരെ ബാക്കി എല്ലാവർക്കും വരാം. ഇത് കഴിഞ്ഞാൽ മഹാപുരോഹിതൻ വർഷത്തിൽ ഒരു തവണ ഇവിടെ അകത്തോട്ട് പോകും. അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന യാഗരക്തം കൊണ്ടുപോകും. ഇതിനു വേണ്ടിയാണ്. അദ്ദേഹം പാപപരിഹാരം ലഭിച്ച ആളല്ല. അദ്ദേഹത്തിന്റെ പാപപരിഹാരത്തിനും ജനത്തിന്റെ പാപപരിഹാരത്തിനും കൂടെ രക്തവും കൊണ്ട് ഈ ധൂപപീഠവും കൊണ്ട് ഇദ്ദേഹത്ത് വന്ന് ശുശ്രൂഷ ചെയ്തിട്ട് പുറത്തു വരും. യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് തിരശീല രണ്ടായിട്ട് കീറിയത് ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ആ തിരശീല എന്നത്തേക്കുമായിട്ട് നീങ്ങി. വർഷത്തിലൊരിക്കലല്ല, നമ്മുടെ പ്രയാസം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഏത് സമയത്തും നമ്മൾ കർത്താവെ എന്നൊന്ന് വിളിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഇവിടെയാണ്. ആ ശ്രേഷ്ഠത മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രിസ്തു ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. തിരശീലയ്ക്ക് പകരം ആരായി തിരശീല? യേശു ക്രിസ്തു നമ്മുടെ തിരശീലയായിട്ട് മാറി. ഇതുകൊണ്ടാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ചിത്രം മറന്നുപോയി. ഇനി ഞാൻ എൻ്റെ അവസാന വിഷയത്തിലേക്ക് വരാം. ലൂക്കോസ് 22 ഇരിക്കുമല്ലേ നമ്മുടെ കയ്യിൽ? അതിന്റെ 31 വായിച്ചു. 31, 32. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഒന്നിച്ചു കൊടുക്കുക. അടുത്ത 2 വാക്യം. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാക്കുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മതി. ഇത്രയും നാള് കൂടെ നടന്നിട്ട് പത്രോസിന് യേശുവിനെ കുറിച്ച് എന്ത് മനസ്സിലായി? അവര് തമ്മിൽ വന്നൊരു അടുപ്പമുണ്ടായി. എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് യേശുവിനെ കൂടെ ഭയങ്കര അടുപ്പമുള്ള മനുഷ്യൻ പത്രോസ് തന്നെയായിരുന്നു. പക്ഷേ അത് പുറമേ ആയിരുന്നു. ആത്മാവിലുള്ള വെളിപ്പാടുകൾ പത്രോസിനെ നല്ല ആർക്കും ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത പറഞ്ഞപ്പോഴും ഇതിനു മുമ്പേ പറയുന്നുണ്ട്, പിശാച് ചോദിച്ചു, എനിക്കൊന്നും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? യേശു ഇപ്പം നമ്മുടെ ഷൂവിലാണ് നിൽക്കുന്നത്, നമ്മുടെ ഡ്രസ്സിലാണ് യേശു നിൽക്കുന്നത്. അതുകൊണ്ട് എന്തേ ചെയ്യാൻ പറ്റൂ? ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ല. പ്രസംഗിക്കരുത് ഇനി വന്ന് എന്തേ ചെയ്തോളൂ? നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന് സ്വാഗതം. വീണ്ടും പറയുകയാണ്, നീ 3 വട്ടം തള്ളി പറയും. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയില്ല. ഈ കാര്യം എന്താ? ഈ സംഭവത്തെ കുറിച്ച് യാതൊരു യേശുക്രിസ്തു പറഞ്ഞതിനെ കുറിച്ച് വിലയില്ല. അതിന് മുകളിലായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. ആര് പറഞ്ഞാലും ഞാൻ മാത്രം പറയത്തില്ല എന്നുള്ള ഒരു ബോധ്യം. ആള് മോശമൊന്നുമല്ല കേട്ടോ, ധൈര്യവാനാ, നല്ല ധൈര്യമുള്ള ആളാ എല്ലാ കാര്യത്തിലും. ഇത്രയും സമൂഹം വന്നപ്പോൾ ആകെ ഒറ്റ വാളേ ഉള്ളൂ, കൂടെ ആരുമില്ല. എന്ത് ധൈര്യത്തിലായി അവൻ വാളെടുത്ത് വെട്ടിയേ? അസാമാന്യ ധൈര്യമുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ ഒരു ചെറിയ സംശയമാണ് കേട്ടോ. ഇത് ദൈവവചനത്തിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയല്ല. രാജ്യം ഇപ്പം മിക്കവാറും സംഗതി യേശുക്രിസ്തു സ്ഥാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കണ്ടുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഒരാൾ കാണിക്കത്തില്ല. ഒറ്റ വാൾ കൊണ്ട് കൂടെ ഉള്ളതെല്ലാം ഇതുപോലെ ഓടുന്ന പാർട്ടികൾ ഇതെടുത്ത് വെച്ച് ഒരുത്തല്ലേ ചെവി അറുത്ത് മാറ്റാന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ വഴിവാളും മറ്റെല്ലാ സംഗതികളുമായിട്ട് വന്നേക്കും. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ ശിഷ്യത്വത്തിൽ നിന്നൊക്കെ മാറ്റി ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങളും വേണേൽ മാറ്റിക്കും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പ്രസംഗിച്ചാലും പരാതിയില്ല. ഒരു ചെറിയ മരുന്നോട് അതിന് തരാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ഈ വാക്യം വേണമെങ്കിൽ
ഒന്നുകൂടെ വായിക്കുമ്പോൾ കാര്യം ഇപ്പൊ മനസ്സിലാവും. വായിച്ചോ? എന്താ മനസ്സിലായി? അത്രയും മനസ്സിലായി? സഹോദരന്മാരെ, അപ്പോൾ മറ്റേ പോയിന്റ് അപ്പോഴും പോയി കഴിഞ്ഞു. ഒന്നിലധികം വാദങ്ങളായി ആ ഒരു വിഷയത്തിൽ. ഇനി എൻ്റെ വിഷയം അതല്ല. യേശുവിനെ വിട്ട് അകന്നു പോകാൻ നിൽക്കുന്നവന് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തേക്കും. മറ്റേ പെണ്ണിന്റെ അടുത്ത് ചെന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്ന് കള്ളം പറയുമ്പം ഇവന്റെ കയ്യിൽ എന്തോ ഉണ്ട്. ഈ യേശുവിനെ മനസ്സിലാവുന്നുണ്ടോ? ഈ യേശുവിനെ മനസ്സിലാവുന്നുണ്ടോ? ഇതും വാങ്ങിച്ച് കൈ വെച്ചോണ്ടാവും 3 തവണ പറഞ്ഞത്. എന്നിട്ടും അപ്പനൊന്ന് നോക്കിയപ്പോ മാത്രമേ അവന് കണ്ണീര് വന്നുള്ളൂ. പക്ഷെ അപ്പോഴും വന്നു എന്നുള്ളത് സന്തോഷമാണ്. അപ്പൻ്റെ നോട്ടമെങ്കിലും മനസ്സിലാവണം കേട്ടോ. കൂടെ നടന്നിട്ട് അതുപോലെ മനസ്സിലാകാതിരിക്കരുത്. അപ്പൻ്റെ നോട്ടം മനസ്സിലാവണം. അന്നേരം കണ്ണീര് ഒഴിക്കാലും തിരിച്ച് സ്വീകരിച്ചോളൂ. എത്ര സ്നേഹനിധിയായി, എത്ര സ്നേഹനിധിയായിരിക്കും. മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളാൻ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നു. എങ്ങോട്ട്? ദൂരോട്ട്. എന്ത് വേദന അനുഭവിച്ചു കാണുമെന്ന് ആലോചിച്ച് നോക്കാം. അകത്തെന്ത് വേദന അനുഭവിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കാം. അവൻ എപ്പോഴും പറയാൻ ഞാൻ മാത്രം. നമുക്ക് നമ്മുടെ ഒരു വേളയിലും ദൈവവൈതലെ ഇത് പറയാൻ ഒരു അർഹതയുമില്ല. നമ്മുടെ ഡിക്ഷണറിയിൽ ഇത്തരം സംഗതികളെ ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഞാൻ മാത്രം നിൽക്കുന്നത് കൃപയാ, കൃപയാ, കൃപയാ. ഓരോ നിമിഷവും ഇത് നമ്മളെ ബോധ്യമാക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുമ്പോൾ ക്രൂശിൽ കിടന്ന് നിലവിളിച്ച ഓരോ സന്ദർഭത്തെക്കുറിച്ചും നമുക്കറിയാം. വളരെ അപമാനകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ് പലരും പറയുന്നത്. നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന ആള് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചതല്ലേ? അതിനെക്കുറിച്ചുള്ള 2 ആശയം ഞാൻ പറയാം. ഒന്ന്, യേശുക്രിസ്തു നിലവിളിച്ചില്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു വസ്തുത, അത് പറയാം, ഒരു തിരിച്ചറിവൂടെ പറയാം. പിള്ളേരെ കേട്ടോ, കാനാവില് യേശുക്രിസ്തു ഒരു അത്ഭുതം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തോ? വെള്ളം വീഞ്ഞാക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഞ്ഞ് കുടിക്കാൻ തന്നിട്ടുണ്ടോ ഇന്നലെ? സാധാരണ ബന്ധപ്പെട്ടാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിവരമാണ്. അതുപോലെ ഞാൻ ചോദിച്ചു. സോറി, അതൊരു അബദ്ധമായിട്ട്. യേശുക്രിസ്തു അവിടെ ഉപയോഗിച്ച പാത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങനത്തെ പാത്രമാണ്? ശുദ്ധീകരണത്തിന് വെച്ചിരുന്ന കൽപാത്രം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എൻ്റെ ആശയത്തിന് പ്രധാനപ്പെട്ട സംഗതി. ഇനി മാത്രമല്ല, ആ പാത്രം തിരഞ്ഞെടുത്തതിൻ്റെ ഒരു കാരണം, ഒന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതൊരു പർപ്പസാണ്. പശുവിൻ്റെ ഭസ്മം കലക്കി വെച്ചേക്കുന്ന ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സംഗതി. ബാക്കിയുള്ള ആ വീഞ്ഞിനെ കുറിച്ച് ഏകദേശം നമുക്കറിയാം. ആ പാത്രം തിരഞ്ഞെടുത്തേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 710 ലിറ്റർ വീഞ്ഞ് ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 6 പാത്രത്തിലും കൂടെ ഏറ്റവും കുറഞ്ഞ അളവിൽ 710 ലിറ്റർ വീഞ്ഞ്. ആദ്യത്തെ വീഞ്ഞ് ഏതാന്ന് മനസ്സിലായോ? നേരത്തെ നമ്മൾ കണ്ട യാഗപീഠത്തിലെ സാധനം. അതിനെന്ത് പറ്റി? അവിടെ തീർന്നുപോയി. ഓരോ സമയത്തും തീർന്നു പോയത്. അടുത്തത് പാറയ്ക്കകത്തുനിന്ന് വരുന്നുണ്ട്, തീരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പാറയ്ക്കകത്തുനിന്ന് വന്നത് എത്ര സാന്ദർഭികമായിട്ട് ആ തെരഞ്ഞെടുപ്പ് നോക്കും. 5 വാക്യങ്ങളേ ഉള്ളൂ.
ദൈവത്തിന് സ്വാഗതം. യേശു നിലവിളിച്ച കാര്യം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത്. ഇത് നമ്മോട് പറയുന്ന ഒറ്റ കാര്യം എന്താണെന്നറിയാം മക്കളെ? സ്വന്തം മകനാണ്, പാപമില്ലാതെ വന്നവനാണ് ഞാൻ. പക്ഷെ നിങ്ങളുടെ പാപം ഞാൻ എടുത്തത് കൊണ്ടാണ്. എന്നിട്ട് പോലും തള്ളാതിരിക്കാൻ പറ്റിയില്ല. യേശു ക്രിസ്തുവിനെ അല്പസമയത്തേക്ക് തള്ളേണ്ടി വന്നെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അപായ സൂചനയാണ് നമുക്ക്. എന്ന് പറഞ്ഞാൽ അവന് കിട്ടാത്ത ഒരു ആനുകൂല്യവും വേറൊരാൾക്കും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് ആ നിലവിളി. മനസ്സിലാവുന്നുണ്ടോ? എന്നെ കൈവിട്ടത് എന്തെന്ന് വിളിച്ച് നമ്മളോട് പറയുക. എനിക്ക് കിട്ടാത്ത ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ യോഗ്യനായിരുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യനായിരുന്നു. എന്നിട്ടും നമ്മുടെ പാപഭാരം ശിക്ഷ അനുഭവിക്കുന്നത് വരെ തള്ളികളെ. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ സുറിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഈ നിലവിളി മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ നിലവിളി മറന്നു പോകും. ഈ വചനങ്ങൾ നിങ്ങളെ ഈ ദിവസങ്ങളിൽ നടത്തുവാൻ ദൈവം സഹായിക്കും.